18ാം നൂറ്റാണ്ടിലെ 1800കളിലെ നവോത്ഥാന നായകന്മാരെന്ന് നമ്മൾ അഭിരമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ചെയ്തതിനപ്പുറമുള്ള പിറകിലോട്ട് കേരളം നടക്കുകയാണ്. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സ്കൂളിൽ ഏത് യൂണിഫോം വേണമെന്നുള്ളതിൻ്റെ പേരിൽ, ഓരോ കുഞ്ഞു കുഞ്ഞു പേരിൽ, പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ, അതിൽ ആരുടെയെങ്കിലും പേരെഴുതിയതിൻ്റെ പേരിലൊക്കെ വലിയ കോലാഹലമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗം പറഞ്ഞ്, ഗോത്രം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയുന്ന നിലയിലേക്ക് വന്നു. മതവും രാഷ്ട്രീയവും ജാതിയും രാഷ്ട്രീയവും തമ്മിൽ വലിയ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രീതി വന്നു. ഓരോ മതസംഘടനകളും ജാതി സംഘടനകളും അവരുടെ നേതാക്കൾ ഇറക്കുന്ന പ്രസ്താവനകൾക്കനുസരിച്ച് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും അവരുടെ പിറകെ പോവുകയും അവരെ വീടുകളിൽ, സ്ഥാപനങ്ങളിൽ ചെന്ന് ചർച്ച നടത്തുകയും അതിന് ചെറിയ ആളുകൾ ചർച്ച നടത്തിയ പറ്റിയില്ലെങ്കിൽ വലിയ ആളുകൾ ഇറക്കുകയും കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു ജാതി മത രാഷ്ട്രീയത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് കേരളം താഴ്ന്നു പോകുന്നു. ആരുടെ മനസ്സിലും, എല്ലാവരുടെ മനസ്സിലും ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ഗോത്രത്തിൻ്റെ വലിയ ചിന്തകൾ ചിന്തേരിടുവാൻ ഈ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം. ഇതിലേറ്റവും പരിതാപകരമായ കാര്യം, സങ്കടകരമായ കാര്യം, ഖേദമുള്ള കാര്യം, ഒരു കൽപ്പറ്റ നാരായണനോ ഒരു എമ്മൻ കാരശ്ശേരിയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സാഹിത്യകാരന്മാരോ സച്ചിദാനന്ദനോ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നതല്ലാതെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവർ, എഴുത്തുകാർ, അത് ആരായാലും അവരും പക്ഷം പിടിച്ച് ഒന്നുകിൽ രാഷ്ട്രീയ പക്ഷം അല്ലെങ്കിൽ ജാതിപക്ഷം, മതപക്ഷം, ഏതെങ്കിലും പക്ഷം പിടിച്ചു നിന്നുകൊണ്ട് അവർ കാര്യകാരണ സഹിതം സമൂഹത്തിനോടൊന്നും പറയാത്ത രീതിയിൽ സാംസ്കാരിക നേതൃത്വവും അതപ്പതിച്ച് പോയപ്പോൾ എവിടെയാണ് ഇന്ന് കേരളം? ആരിലാണ് പ്രതീക്ഷ? എല്ലാവരും വികസനത്തിൻ്റെ പിറകിലോടുകയാണ്. കേരളത്തെ സിംഗപ്പൂർ ആക്കുന്നത് എങ്ങനെ? കേരളത്തെ മലേഷ്യ ആക്കുന്നത് എങ്ങനെ? കേരളത്തെ ദുബായ് ആക്കുന്നത് എങ്ങനെ? ദുബായ് ആക്കുമ്പോഴും സിംഗപ്പൂർ ആക്കുമ്പോഴും മലേഷ്യ ആക്കുമ്പോഴും ഇവിടെ മാനവികത ചത്തുകൊണ്ടിരിക്കുന്നു. അനുനിമിഷം ജാതിയുടെ, മതത്തിൻ്റെ ചിന്തകൾ വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അഴിമതി ആർക്കും വിഷയമല്ലാതായിരിക്കുന്നു. ലോക്കപ്പ് മരണങ്ങളും രാഷ്ട്രീയ എതിരാളികളെ തല്ലുന്നതും കൊല്ലുന്നതും തിരഞ്ഞു പിടിച്ച് തല്ലുന്നതൊന്നും ഇവിടെ ഒരു വാർത്തയേ അല്ല.